എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ മധുരച്ചേമ്പിന്റെ അടുത്താണ്. അപ്പൊ മധുരച്ചേമ്പിനെ പല സ്ഥലങ്ങളിലും പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. മധുരക്കൂവ, പഞ്ചസാര ചേമ്പ്, വാഴച്ചേമ്പ് എന്ന പേരിലൊക്കെ അറിയപ്പെടും. അപ്പൊ കണ്ട ഇതേപോലെ ഈ ചേമ്പിന്റെ ഇലകളൊക്കെ ഇരിക്കണത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീടുകളിലും പല പറമ്പുകളിലും റോഡ് സൈഡിലൊക്കെ ഈ ചേമ്പ് നിക്കണ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മ ഇത് കഴിക്കണ ചേമ്പാന്നത് മിക്കവർക്കും അറിയില്ല കേട്ടോ. കണ്ട ഇതേപോലെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവും. അപ്പൊ രണ്ടു തരം ചേമ്പാണ്. ഇതേപോലെ ചുവന്ന പൂവിന്റെ ചേമ്പും മഞ്ഞ പൂവിന്റെ ചേമ്പുമാണ് ഉള്ളത്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല ഭംഗിയിലാണ് ഈ ചെടി നിൽക്കുന്നത്. നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് മുറ്റത്തൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചേമ്പിന്റെ ഇനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അലങ്കാര ചെടിയായിട്ടും നട്ട് വളർത്താറുണ്ട് ഗാർഡനിലൊക്കെ. അപ്പൊ നമുക്കിതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിതിന്റെ കിഴങ്ങ് നട്ടിട്ടാണ് നമ്മ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ കണ്ട നമുക്ക് നന്നായിട്ട് സ്ഥലമൊക്കെ നന്നായിട്ട് കിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ തൈ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് തൈകൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ കിഴങ്ങ് പടി കിടന്നിട്ട് പിന്നെ അതിന്റെ സൈഡിൽ നിന്ന് തന്നെ ഇപ്പൊ ഈ തണ്ട് ഇതേപോലെ ഉണങ്ങി പോകുമ്പോ അതിന്റെ സൈഡിൽ നിന്ന് പുതിയ മുളകൾ വന്നിട്ട് പുതിയ തൈകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ചേമ്പിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്കിത് വിളവെടുക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ഈ തണ്ടൊക്കെ ഉണങ്ങി പോകൂലേ, തണ്ട് ഉണങ്ങി പോകുമ്പോ നമുക്കിത് പറിച്ചെടുത്തിട്ട് നമുക്കിത് പുഴുങ്ങി കഴിക്കാം. നല്ല മധുരമാണ്. നമുക്ക് പുഴുങ്ങി കഴിക്കാനും നമുക്ക് പച്ചനെ കഴിക്കാനൊക്കെ പറ്റിയ കിഴങ്ങാണ്. ഒരു പരിചരണവും ഈ ചേമ്പിന് വേണ്ട. അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റുള്ള ചേമ്പൊക്കെ പോലെ പരിചരണങ്ങളൊന്നും വേണ്ട. നമുക്ക് ആദ്യം എന്തെങ്കിലും അടിവളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നട്ടു കൊടുത്താൽ പിന്നെ നമുക്ക് മണ്ണ് നന്നായിട്ട് കൂട്ടിക്കൊടുക്കണം. വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് വേണം നമ്മൾ നടാനായിട്ട്. മണ്ണ് കൂട്ടിക്കൊടുക്കുക. വേനൽക്കാലത്ത് നമുക്ക് നനക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത ഒരു ചേമ്പാണ്. പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു ടൈമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കിഴങ്ങ് എപ്പോ വേണമെങ്കിലും നടാം, എപ്പോ വേണമെങ്കിലും പറിക്കാം തണ്ടുണങ്ങി പോകുമ്പോ. പിന്നെ പ്രത്യേകിച്ച് ഒരു സീസണൊന്നും ഇല്ലാത്ത ഒരു ചേമ്പിന്റെ ഇനമാണ് ഈ മധുരച്ചേമ്പ്. ഇതേപോലെ ചുറ്റുമ്പോ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതേപോലെ കൂട്ടത്തോടുകൂടെ വരും. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. ഇതിന്റെ ചുവന്ന കളറുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇത് ചുവന്ന പൂവിന്റെ മധുരച്ചേമ്പാണ്. കണ്ട ഇതിന് റെഡ് കളറിലുള്ള പൂവാണ്. ഈ പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ വരും. കണ്ട കായ വരും. അപ്പൊ പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ നമ്മ ഈ ചെടി ഉണങ്ങി പോകലാണ് പതിവ്. എന്നിട്ട് അതിന്റെ തടത്തിന്ന് വേറെ പുതിയ ചെടികൾ വരും. കണ്ട ഈ ചുവന്ന ചേമ്പിന്റെ ഒരു പ്രത്യേകത കണ്ട, കാണാൻ നല്ല ഭംഗിയുള്ള ഇലകളാണ്. നമുക്കൊരു ഗാർഡൻ പ്ലാന്റ് ഒക്കെ ആയിട്ട് നട്ട് വളർത്താൻ പറ്റിയതാണ്. കണ്ട നമ്മ ഇപ്പൊ ഇന്ന് ഒരുപാട് ഇതേപോലത്തെ ചെടികളൊക്കെ മേടിച്ച് നടാറുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ചേമ്പ് നടുകയാണെങ്കിൽ നമുക്ക് പുഴുങ്ങി കഴിക്കുകയും ചെയ്യാം. നമുക്കൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. പിന്നെ ഇന്നത്തെ തലമുറക്കൊന്നും അറിഞ്ഞൂടട്ടെ ഇതൊരു ചേമ്പാണെന്നോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റണമെന്നൊന്നും ആർക്കറിയില്ല. നല്ല മധുരമാണ് ഈ ചേമ്പ് പുഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നമുക്ക് പച്ചനയും കഴിക്കാന്ന് പറഞ്ഞല്ല. അപ്പൊ ഇതേപോലുള്ള ചെടികളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണേണ് ഇന്ന്. അപ്പൊ നമ്മ ഇതിനെയൊക്കെ സംരക്ഷിച്ചിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മ ഈ മധുരച്ചേമ്പിന്റെ ഇനങ്ങളൊന്നും കളയാണ്ട് നമ്മൾ സംരക്ഷിച്ച് നിർത്താം. എല്ലാവരെ കൊണ്ടും നമുക്ക് അറിയാവുന്നവർക്കൊക്കെ ഇതിന്റെ തൈക്കളൊക്കെ കൊടുക്കാം. കാരണം എല്ലാ വീടുകളിലും ഈ ചേമ്പ് ഒക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ചേമ്പൊക്കെ പറിച്ച് ഉപയോഗിക്കാമല്ലോ. അപ്പൊ നമുക്ക് ചെടിച്ചട്ടിയിലും നമുക്ക് മധുരച്ചേമ്പ് വളർത്താട്ടെ. കണ്ട ഞാനിവിടെ ചെടിച്ചട്ടിയിലും മധുരച്ചേമ്പ് നട്ടിട്ടുണ്ട്. അപ്പൊ സ്ഥലം ഇല്ലാത്തവര് വിചാരിക്കും ഇത് കുറെ സ്ഥലം വേണമെന്നൊക്കെയാണ്. നമുക്ക് ചെടിച്ചട്ടിയിലും നല്ല രീതിയിൽ തന്നെ വളർത്താം. അപ്പൊ നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കി. ഇതിന്റെ തണ്ടൊക്കെ കഴുകി പോയിട്ടുണ്ട്. നമുക്ക് നോക്കിയത് ഈ ചേമ്പ് എങ്ങനെയെന്ന് നിങ്ങക്ക് കാണണ്ടേ. മിക്കവരും ഈ ചേമ്പ് കണ്ടിട്ടില്ല. ഇത് പലയിടത്തും ഇങ്ങനെ ചെടിയൊക്കെ ആയിട്ട് നിൽക്കുമെങ്കിലും ചേമ്പ് ഇന്നതാന്ന് അറിയില്ല, ഇന്ന് കഴിക്കുമോന്നൊന്നും അറിയില്ല. കണ്ട് ഇതേപോലെയാണ് ഇതിന്റെ മുളകൾ വന്നത്. അപ്പൊ നമുക്ക് നടണമെങ്കിലും നടാം. നമുക്ക് കണ്ട ഇതാണ് ഇതിന്റെ അടിയിലാണ് ഈ ചേമ്പ് ഇരിക്കണത്. ഇതാണ് ചേമ്പ് കണ്ട. അപ്പൊ നമുക്ക് ഇതാണ് നമ്മ പുഴുങ്ങി കഴിക്കാനായിട്ട് ഉപയോഗിക്കണത്. ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മ ഈ മുള അങ്ങോട്ട് ചെത്തി കളഞ്ഞിട്ട് ഇതാണ് നമ്മ പുഴുങ്ങി കഴിക്കണത്. നമുക്ക് പച്ചനെയും കഴിക്കാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് നടണയാണെങ്കിലും നമുക്ക് ഈ ഭാഗം എടുത്ത് നടുകയും ചെയ്യാം. പുഴുങ്ങാനാണെങ്കിൽ നമുക്ക് ഈ മുള കളഞ്ഞിട്ട് നമുക്കിത് പുഴുങ്ങി എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് ചേമ്പ് കേട്ടാ. കാണാത്തവർക്കാണ് ഇത് നല്ല. നമുക്ക് വളമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. നല്ല വെയിറ്റ് ആണ് ഇതിന്, ഈ മധുരച്ചേമ്പിന്. അപ്പൊ നമുക്ക് ഈ മഞ്ഞ ചേമ്പിനെ ഒന്ന് വിളവെടുത്ത് നോക്കാം. കണ്ട് ഇതേപോലെയാണ് ഈ ചേമ്പിരിക്കണത്. ഇപ്പൊ ഇത് ഇവിടെ നിന്ന് പൊട്ടി പോയേക്കണേണ്, ഇതിന്റെ അടിക്കൊക്കെ പോയേക്കണേണ്. അപ്പൊ ഇത് ഉണങ്ങിയ തണ്ടുമലാണ്. ഇതൊക്കെ ഒരുവിധം പഴുത്തു പോയ ചേമ്പാണ്.
കണ്ട കണ്ട ഇതാണ് ചേമ്പ് കേട്ടാ. നമുക്കിത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഈ ചേമ്പ്. നട്ടുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതൊക്കെ പറിച്ചാൽ മതി കേട്ടോ. ബാക്കി ഇത് മണ്ണിന്റെ അടി തന്നെ കിടന്നോളൂ. മണ്ണിന്റെ അടി കിടന്നാലും കേടായി പോകുമൊന്നുമില്ല. കണ്ട ഇതാണ് ചേമ്പ്. അപ്പൊ നിങ്ങക്ക് ഇത് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചാൽ ഇതെങ്ങനെയാണ് ഇരിക്കണേന്നുള്ളത്. ഇപ്പൊ ഈ നമ്മിപ്പോ ഒരു കട പോയി കഴിഞ്ഞാൽ കണ്ട ഇതേപോലെയാണ് ഇതിന്റെ തൈ വന്നത്. അപ്പൊ നമുക്ക് തൈ ആയിട്ട് നടണേണെങ്കിൽ നമുക്ക് ഈ മുകുളം വെച്ചിട്ട് നട്ടുകൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പിടിക്കോട്ടാ. വേറെ നമ്മ നട്ടിട്ട് പിടിക്കാണ്ടൊന്നും ഇരിക്കണ ചേമ്പൊന്നല്ല ഇത്. പെട്ടെന്ന് തന്നെ പിടിക്കണ ഒരു ചേമ്പിന്റെ ഇനമാണ്. അപ്പൊ നമുക്കിത് വളർത്താനായിട്ട് ഭയങ്കര എളുപ്പമാണ് മധുരച്ചേമ്പ്. അപ്പൊ നമ്മ ഇത് കഴുകിയിട്ടുണ്ട്. ഇനി പിന്നെ വേരൊക്കെ കളഞ്ഞിട്ടാണ് നമ്മ ഇത് പുഴുങ്ങാനായിട്ട് എടുക്കണത്. അപ്പൊ നമുക്ക് പച്ചനെയും കഴിക്കാട്ട്. ഇത് കണ്ട ഇതിന്റെ ഉൾവശം കണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. കണ്ട നമുക്കൊന്ന് പച്ചനെ ഒന്ന് കഴിച്ച് നോക്കാം. നല്ല മധുരമാണ്. നമ്മൾ കപ്പയൊക്കെ കഴിക്കൂലേ അതേപോലെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ നമുക്കിത് പുഴുങ്ങിയിട്ടാകുമ്പോ നല്ല മധുരമാണ്. പുഴുങ്ങിയത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഞാൻ ഇതിന്റെ തൈക്കൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതേപോലുള്ള ചേമ്പിന്റെ ഇനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം. കാരണം നമുക്ക് ഞാൻ പറയില്ലേ വീട്ടുമുറ്റത്ത് നല്ലൊരു അലങ്കാര ചെടിയായിട്ടും വളർത്താം, ചട്ടികളിൽ വളർത്താം. നമ്മുടെ ഗാർഡന്റെ അരിയിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ പൂവൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുള്ളൂ. ഇലകളും കാണാൻ ഭംഗിയാണല്ലോ. ഒരു ഇലച്ചെടിയായിട്ടും നമുക്ക് വളർത്താൻ പറ്റിയതാണ്. അപ്പൊ എല്ലാവരും ഇതേപോലത്തെ ചേമ്പിന്റെ ഇനങ്ങളൊക്കെ സംരക്ഷിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.